നമ്മൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂടെയാണ്. വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് വയനാട്ടിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. തലവര എന്ന സിനിമയെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളുണ്ട്. വയനാട്ടിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നറിയാൻ കൂടിയാണ് നമ്മൾ വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂടെ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഇവിടെ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. നല്ല കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെ കാണാനായിട്ട് മഹാബലി തമ്പുരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഡ്രീംസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വയനാട് ഡ്രീംസിന്റെ എല്ലാവരും ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ആർപ്പ് വിളിച്ച് തുടങ്ങാം. ആർപ്പ്! എന്റെ അമ്മോ എജ്ജാതി മഴ. പക്ഷെ ഓണത്തിന് ഒട്ടും കുറവുണ്ടാവില്ല. നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ട്രാക്ക് മാറ്റി വയനാട് ഡ്രീംസ് എന്ന സംഘടനയിൽ ചെണ്ടമേളത്തിന് ചുക്കാൻ പിടിക്കുന്ന സ്ത്രീകളുമുണ്ട്. അല്പനേരം നമുക്ക് ബീന ചേച്ചിയുടെയും സിസിലി ചേച്ചിയുടെയും ശോഭേച്ചിയുടെയും ഒക്കെ ചെണ്ടമേളം ഒന്ന് ആസ്വദിക്കാം. സകല കലകളുടെയും സംഗമവേദി കൂടിയാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി. ക്യാമറ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആർട്ട് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, ആർട്ടിസ്റ്റുകൾ, അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, പ്രൊജക്ട് ഡിസൈനേഴ്സ്, അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടമാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. കേട്ടോ, നമസ്കാരം. ഹാപ്പി ഓണം. വിളക്കുകയാണല്ലേ? എന്താണ് സംഭവം? എന്റെ പഗ് അടിക്കുന്നു. വേണ്ട, ഇതെന്താ കുറെ ടച്ചപ്പൊക്കെ കഴിക്കണല്ലോ ഇവിടെ. മദ്യവെച്ചിവിടെ കയറി വരാൻ പാടില്ല, ഇവിടെ അലമ്പാക്കാൻ പാടില്ല. ഞാനൊക്കെ ഒരുപാട് സദ്യകളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അതൊക്കെ ശരിയാണ്. എവിടുന്ന വരുന്നത്? മാറി മാറി, ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കല്ലേ. എന്നെ ഒന്ന് വിടൂ. ഓണം എന്ന് പറഞ്ഞാൽ കലാകാരന്മാര് നടത്തുന്ന പരിപാടിയാണ്. അലമ്പാക്കുന്നല്ല ബോസ്. 56 വർഷമായിട്ടാ ബസ്സേ ഈ ബസ് വെള്ളടി തുടങ്ങിയിട്ട്. ഇവിടുന്ന് അടിക്കാൻ പറ്റൂല, ഇവിടുന്ന് അടിക്കാൻ പറ്റൂല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു പരിപാടിയാണ്. എടാ, കള്ള് കുടിച്ചു വന്ന് അലമ്പാക്കി. രാവിലെ ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ രാവിലെ തന്നെ ഈ പരിപാടി നടത്തണോ? ഡ്രീംസ് ഓണം തിമിർത്തോണം. പക്ഷെ ഭയങ്കര മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ നമ്മൾ പുറമെ ഒരുപാട് കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. ഇപ്പോ തിരുവാതിരയ്ക്ക് റെഡി ആവുന്നുണ്ട് ഡ്രീംസിലെ മലയാളി മംഗമാർ. അപ്പൊ അവരോടൊപ്പമാണ് നമ്മളുള്ളത്. എന്റെ തൊട്ടടുത്ത് മിനിച്ചേച്ചി, ഒരുപാട് സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും ഒക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള മിനിച്ചേച്ചിയാണ്. എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഈ വർഷം കൂടുതൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ മഴയാണ് ഒരു പ്രശ്നം അല്ലേ? മഴ ഒരു പ്രശ്നമാണ്. എന്നാലും നമ്മൾ മഴയൊന്നും വകവെക്കുന്നില്ല. നമുക്ക് പറ്റുമ്പോൾ നമ്മൾ പ്രോഗ്രാം വളരെ ഭംഗിയായി. മഴ പുറത്താണെങ്കിലും അകത്ത് നല്ല മേളമാണ്. നമുക്കറിയാം, നമ്മളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് തലവര എന്ന സിനിമയിലൂടെ വീണ്ടും ചർച്ചയായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളും അതിന്റെ പ്രതിസന്ധികളും ഒക്കെയാണ്. ഇപ്പോ നിലവിൽ ഇവരൊക്കെ ഒരുപാട് സിനിമകളിലൂടെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. പേയ്മെന്റ് ഇഷ്യൂകൾ ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവും. മോശമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുറന്നു പറയാം.
അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്. എല്ലാത്തിനും ഉണ്ടാവുമല്ലോ ചിലരാണ്. അതെ, അപ്പൊ അങ്ങനെ ഒരു ആ സമീപനം ഉണ്ടായിട്ടുണ്ട് വാക്കുകളിൽ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും. പിന്നെ ഡ്രീംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ലേഡീസിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംഘടന ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ സംഘടന ഉണ്ടല്ലോ, അത് തന്നെയല്ല ഡ്രീംസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ആ സമീപനത്തിനൊരു മാറ്റം വരും. നല്ല അതൊരു ധൈര്യമാണ് നമുക്ക് ഡ്രീംസ്. അതാണ് വയനാട് ഡ്രീംസിലെ മലയാളി അംഗമാർക്ക് പോലും അല്ലെങ്കിൽ എല്ലാ സ്ത്രീ ആർട്ടിസ്റ്റുകൾക്കും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കും ഉള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തോടു കൂടി അതിന് ധാർമ്മികത്വം വഹിക്കാൻ നേതൃനിരയിൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവരുടെ വലിയൊരു ധൈര്യമാണ്. തൊട്ടടുത്തുള്ളത് ബീന ചേച്ചിയാണ്. ബീന ചേച്ചി നമുക്കറിയാം, മാവേലിയും നമ്മളൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ ഓണത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെണ്ട കൊട്ടി സ്വീകരിച്ചത് ബീന ചേച്ചിയാണ്. ബീന ചേച്ചിയുടെ കൂടെ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇന്ന് 2-3 പേരാണ് വന്നിട്ടുള്ളത്. ബീന ചേച്ചിയുടെ ഡ്രീംസ് ഓണത്തെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഡ്രീംസ് ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഓണാഘോഷ പരിപാടി നടത്താറുണ്ട്. പക്ഷെ ഈ വർഷം അതിവിപുലമായ രീതിയിലാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ തിരുവാതിര സെറ്റാക്കി എടുത്തത്. വയനാട് ഡ്രീംസ് എന്ന സംഘടന വന്നതുകൊണ്ട് എനിക്ക് കുറെ ഫിലിമിൽ അവസരം കിട്ടി. അതും നല്ല കെയറിലാണ് കിട്ടിയിട്ടുള്ളത്. സുബേർക്കാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഏത് പാതിരാത്രിയിലും എവിടെയും പോയി നമ്മളെ കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് വയനാട് ഡ്രീംസ് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടം കലാകാരന്മാർക്ക്, കലാകാരികൾക്ക് ഏത് നട്ടപ്പാതിരയ്ക്കും ഇവിടെ ഒരു സിനിമ നടക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഈ ഡ്രീംസിന്റെ കെയർ ഓഫിൽ പോയിട്ട് കൃത്യമായി പേയ്മെന്റ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ധൈര്യമുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് തിരുവാതിര കളിക്കുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവർ തന്നെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ വയനാട് ഡ്രീംസിൽ വന്നിട്ട് 2-3 വർഷമായി. ചെറിയ ചെറിയ സിനിമകളും ഷോർട്ട് മൂവി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രീംസിൽ വന്നപ്പോഴാണ് നമുക്ക് ഓരോന്ന് കിട്ടിയൊക്കെ തുടങ്ങിയത്. പിന്നെ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഓണം കൂടാനായി. ചേച്ചിയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഫാത്തിമ താത്തയാണ്. ഓണം അങ്ങനെയാണ്. ഓണത്തിന് മതമില്ല, ജാതിയില്ല, വർഗവും വർണ്ണമൊന്നുമില്ല. എല്ലാവരുടെയും ഉത്സവമാണ് ഓണം. പുതിയൊരാൾ കൂടിയുണ്ട്, പരിചയപ്പെടുത്തിക്കോളൂ. ലിസി വയനാടാണ്. മുജീബിന്റെ ഒക്കെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ കൂടിയാണ് ഞാൻ വരുന്നത്. സുബേർക്കാണ് എന്നെ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിമിലേക്ക് മുജീബിന് പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി ഷോർട്ട് ഫിലിമുകൾ, സിനിമ ഒരു 9 സിനിമയോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലായിടത്തും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഇനി ഒരുപാട് സിനിമയിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ സംഘടന ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നാൽ നമുക്ക് ഇവരോട് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് തരാനും. ചില സിനിമകളിൽ നമ്മൾ അഭിനയിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ സുബേർക്ക് കൃത്യമായിട്ട് ആ പേയ്മെന്റ് പോലും നമ്മൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്ന അവസരങ്ങളുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് നടക്കാതെ വന്നാൽ പോലും പേയ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് സുബേർക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സംഘടന കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. സന്തോഷപ്രദമായ ഒരു ഓണം. പക്ഷേ ഭയങ്കര മഴ, തിമർത്ത് പെയ്യുന്ന മഴയാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വർഷങ്ങൾക്ക് മുമ്പ് പുനർജനി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമില് നമ്മുടെ ഡ്രീംസിന്റെ പ്രസിഡന്റ് സുബൈർ വയനാടുമായിട്ട് നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുകയും നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതിനുശേഷം പിന്നീട് ചേച്ചിക്ക് ഒരുപാട് സിനിമകളും ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ തിരുവാതിര കാണാം. ഓക്കെ, ഒന്ന് ആർപ്പ് വിളിച്ചാലോ? നേരത്തെ വന്നപ്പോൾ എവിടെന്നോ വന്ന ഒരു കള്ളുകൂടിയന്റെ അലമ്പുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ കയറാൻ പറ്റിയില്ല. അപ്പോ കലവറയിൽ തിരക്കിട്ട പണികളാണ്. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സാമ്പാർ റെഡിയായി, പായസത്തിന്റെ ഒരുക്കത്തിലാണ്, ചോറൊക്കെ റെഡി ആയിട്ട് തോന്നുന്നു. ചേട്ടന്റെ പേരെന്താണ്? ഇവിടെ ഈ അമ്പലവയൽ തന്നെ ഉള്ളതാണ്. പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്ന ആൾക്കാരൊന്നും അല്ല. അല്ല. എത്ര പേർക്ക് വരെ ഭക്ഷണം വെച്ചു കൊടുക്കും? ഭക്ഷണം ഞങ്ങൾ ഉൾമുളുകളുടെ ക്ഷേത്രത്തിൽ 10,000 പേർക്ക് 15,000 പേർക്കൊക്കെ അവിടെ ഞങ്ങൾ ഭക്ഷണം വെക്കണം. ഞങ്ങളുടെ ആശാനാണ് ആക്കുന്നത്. മുരളി ആശാന്റെ കെയർ ഓഫിലാണ് നമുക്ക് ഇന്ന് സദ്യ ഒട്ടൊക്കെ ഒരുങ്ങുന്നത്. മുരളി ആശാൻ ഇവിടെ ഉണ്ട്. മുരളിയേട്ടാ, എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്? ഇന്നിപ്പം സാമ്പാറ്, അവിയല്, പിന്നെ പച്ചടി, തോരൻ, 14 കൂട്ടം കറികളുണ്ട്. 14 കൂട്ടം കറി. ആശാൻ പറഞ്ഞതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്ക് ഒരുങ്ങുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, വലിയ രീതിയിൽ കല്യാണങ്ങളോ പരിപാടികളോ ഒന്നുമല്ല, ഇതുപോലെ ചെറിയ കൂട്ടായ്മകളും ചെറിയ സന്തോഷങ്ങളും വരുമ്പോൾ ആര് വിളിച്ചാലും ഭക്ഷണം വെക്കാൻ പോകുന്ന ആശാനാണ് ഇത്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടെ വരുന്നുണ്ട് അഭിപ്രായം അറിയിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ കിച്ചണിലൊക്കെ പോയി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സമ്മാനം ഒരുക്കുകയാണ്. അപ്പൊ അത് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ളത് അൻസാറാണ്.
അൻസാർ ഒരുപാട് സിനിമകൾക്ക് ആർട്ട് ഡയറക്ഷൻ അതുപോലെ അഭിനയം എന്നീ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡ്രീംസിന്റെ അമരക്കാരനാണ്, എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്. അറ്റം കണ്ടുപിടിക്കൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കറക്റ്റാ. ഡ്രീംസിൽ ഇതുപോലെ ഓണം ആഘോഷിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിലൂടെയും അതുപോലെ ഇപ്പോൾ തലവര എന്നുള്ള സിനിമ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമായിട്ട് പറയുന്നത്? അവഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഫോട്ടോ സെലക്ഷൻ ആയിരിക്കും എന്ന് പറയും. ഒരുപാട് പേര് പ്രതീക്ഷയുടെ ഫോട്ടോസ് അയക്കും, പലർക്കും റിപ്ലൈ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഓഡീഷന് ചെല്ലാൻ പറയും, ഓഡീഷന് വിളിക്കും പലരെയും സെലക്ട് ആയിട്ട്. അതിനുശേഷം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും. മീൻസ് ഫിനാൻഷ്യലി അതുപോലും കിട്ടാത്ത 1000 രൂപ കൊടുക്കുന്നത് 500 പോലും കിട്ടാത്ത അവസ്ഥയിലോട്ട് വരും. ഇപ്പൊ നിരവധി ആൾക്കാർക്ക് ഇതുപോലെ ഷൂട്ട് കഴിഞ്ഞിട്ട് പൈസ കിട്ടാതെയും അവര് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ലൊക്കേഷനിൽ എത്തണം, അറിയാലോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടേക്ക് ഓരോന്ന് പോയിട്ട് രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും ബാക്കപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വണ്ടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളേതെങ്കിലും ഷെഡിലോ ബസ് സ്റ്റാൻഡിലോ കിടന്നുറങ്ങേണ്ട അവസ്ഥയും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. സുമിത, ഹാപ്പി ഓണം. എന്തൊക്കെയാണ് ഓണ വിശേഷങ്ങൾ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നേ. ആഹാ, തൃശ്ശൂരായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നോ? പിന്നെ പുഞ്ചിറയിലായിരുന്നു ഷൂട്ട്. ഇത്തിക്കര കൊമ്പൻ എന്ന് പറഞ്ഞ മൂവില് ലൊക്കേഷൻ. ഇത്തിക്കര കൊമ്പൻ എന്ന പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഈ ഡ്രീംസിന്റെ കൂടെ ഓണം ആഘോഷിക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നം നേരിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കണ്ടന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. നല്ല അവഗണനകളാണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് പേയ്മെന്റ് കിട്ടില്ല, ഫുഡ് കിട്ടില്ല, വെള്ളം കിട്ടില്ല. സെറ്റിൽ ആർട്ടിസ്റ്റിനൊക്കെ മെയിൻ ആർട്ടിസ്റ്റിനൊക്കെ കറക്റ്റായിട്ട് വെള്ളവും ഫുഡും കിട്ടും. ജൂനിയർ ആർട്ടിസ്റ്റിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. ഡ്രീംസിന്റെ ആൾക്കാരെല്ലാരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളായി. ഇതിപ്പോ ഒരു മുൻനിരയിൽ ഒരാൾ നിൽക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് മാറി ആർട്ടിസ്റ്റിലേക്ക് തന്നെ വന്നു. എന്നാലും ഞാൻ ഇന്നും വയനാട് ഡ്രീംസിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ടും വയനാട് ഡ്രീംസിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ്, കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയൊരു വയനാട് ജില്ലയിലെ വലിയൊരു ഗ്രൂപ്പാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി. ജൂനിയർ ആർട്ടിസ്റ്റുകളായി നിൽക്കേണ്ടവരല്ല, അവർ മുൻനിര താരങ്ങളായി വളരേണ്ടവർ തന്നെയാണ്. നമ്മുടെ ഒരുപാട് ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ആയിരുന്ന അമൽ ആണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയിൽ കാർമ്മികത്വം വഹിക്കുന്നത്. ഒരുപാട് ചുമതലകളാണ്. ഇപ്പോൾ തലവര എന്നുള്ള സിനിമ കണ്ടിരുന്നോ? തലവര കണ്ടിരുന്നു. കലാകാരന്മാരുടെ ഒരു വലിയ കൂട്ടായ്മ വളർന്നു വരുമ്പോൾ അവർക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. അതിന് ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവും എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മുടെ സെറ്റിൽ പോകുന്ന ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. അതിപ്പോൾ നിറത്തിന്റെ പേരിലാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. എത്രത്തോളം കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവന് ഇച്ചിരി കറുത്തുപോയി അല്ലെങ്കിൽ ഒരു ചെറിയ പാണ്ട് ഉണ്ടെങ്കിൽ പോലും ഒഴിവാക്കി നിർത്തുകയാണ്. അത് നമ്മുടെ തലവരാറ് മൂവിൽ ഒരു സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ആരാണ് ഇവനെ കൊണ്ട് മുന്നിൽ നിർത്തിയത്? സത്യം പറഞ്ഞാൽ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവനെ കൊണ്ട് മുന്നിൽ നിർത്തിയത്. അങ്ങനത്തെ കുറെ ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഘടന ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ്. മണി വിശ്വനാഥിന്റെ ഫിഗർ അനുകരിക്കുകയും അത് ഒരുപാട് വൈറലാവുകയും ചെയ്തിട്ടുള്ള ഒരു താരമാണ് ലച്ചു. നമ്മൾ പേയ്മെന്റ് കിട്ടുന്നതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? പേയ്മെന്റ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഇല്ല. ഇപ്പോ നേരിട്ട് നമുക്കൊരു സിനിമയിലേക്ക് ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായൊരു ക്യാഷ് നമുക്ക് തരുമായിരിക്കും. പക്ഷെ പല പ്രൊഡക്ഷൻ കൺട്രോളിന്റെ അപ്പുറത്ത് ചില ഏജന്റുമാർ നമ്മളെ സമീപിക്കാറുണ്ട്. ഇന്നൊരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപയെ തരുള്ളൂ. ഒരു 500 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ 1200 രൂപയെങ്കിലും അവർ കൈക്കലാക്കുന്ന, അതിൽ നിന്നൊരു 700 രൂപയെങ്കിലും ലാഭം എടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോ 5 വർഷമായി. ആദ്യമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നേരിട്ട് അവരോട് ആദ്യം ഫസ്റ്റ് തന്നെ പറയും ഇന്ന പേയ്മെന്റ് വേണം. ഇപ്പം നമ്മൾ നേരിട്ട് കയ്യിൽ തന്നെ തരും അവർ ചെയ്യുന്നത്, ഏജന്റ് വഴി അല്ലാതെ. പിന്നെ ഇപ്പം ബിജുമേനോന്റെ ഒരു പടം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു ക്യാരക്ടർ വേഷം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് വയനാട് ഡ്രീംസിന്റെ ഓരോ കലാകാരന്മാരും കലാകാരികളും ജൂനിയർ ആർട്ടിസ്റ്റിന് അപ്പുറത്ത് നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന മലയാളം തമിഴ് സിനിമകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ മികച്ച വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അതിന് ഓൾ ദ ബെസ്റ്റ് പറയുന്നു. വയനാട് ഡ്രീംസിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതിലപ്പുറത്ത് നല്ലൊരു ഗായകനാണ്. ഒരുപാട് ഹ്രസ്വ ചിത്രങ്ങളിലും സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ള പ്രവീൺ രമണിയുടെ ഓണവിശേഷങ്ങളാണ് അടുത്തത്. അപ്പോൾ നിലവിൽ ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം, അതായത് കൃത്യമായ ഒരു വേഷം പറഞ്ഞിട്ട് അത് പിന്നെ ജസ്റ്റ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഒരു വേഷമായി മാറുക, അല്ലെങ്കിൽ പറഞ്ഞ പേയ്മെന്റ് കിട്ടാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടോ? പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഓഡിഷൻ വെച്ചിട്ട് പറയും പാസ്സായി എന്ന് പറയും.
നിങ്ങൾ സെലക്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്യാരക്ടർ പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത് കിട്ടണം. അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ അറിയാം. നമുക്ക് ആ കറക്റ്റ് വേഷം കിട്ടുന്നില്ല. ചിലപ്പോൾ അവർ ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് തള്ളപ്പെടാം. ആ വിചാരിച്ച വേഷം അവർക്ക് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് എടുത്ത് പറഞ്ഞവരുണ്ട്. എനിവേ നമ്മൾ വയനാട് ഡ്രീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിൽ സമ്മാനം ഒരുക്കുന്ന തിരക്കിലാണ് ഇവരൊക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ആർപ്പ് വിളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പൊ നമ്മള് ഡ്രീംസ് ഓണം തിമിർത്തോണം നമ്മൾ തുടരുകയാണ്. മാവേലിയുടെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മൾ ഈ വയനാട് ഡ്രീംസിൽ വന്നിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി. ഒരു 3 സിനിമയിലും 2 ഷോർട്ട് ഫിലിമിലും അവസരം കിട്ടി. മിമിക്രി താരം കൂടിയാണ്. ഞാൻ ഒരു ഇത് ചെയ്യട്ടെ? തീർച്ചയായിട്ടും മഹാബലിയുടെ ഒരു മിമിക്രി കാണുക എന്നുള്ളത് ഓണത്തിന് അതൊരു ഗംഭീര ഐറ്റം ആയിരിക്കും. ഒന്ന് കണ്ടുപോകാം. മുൻ മുഖ്യമന്ത്രി. യെസ്, വെരി ഗുഡ്, ചെയ്യാം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. നമ്മുടെ ഈ ഓണം നല്ലൊരു ഓണമായി നമുക്ക് കണക്കാക്കാം. തമ്മിത്തല്ലില്ലാതെ, കള്ളുകുടി ഇല്ലാതെ നല്ലൊരു ഓണം നമുക്ക് കാണണം. ഇവിടെ ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ സന്തോഷമേ ഉള്ളൂ. കലാകാരന്മാരെല്ലാവരും എല്ലാവിധ ഹാപ്പി ഓണം. അടിപൊളി അടിപൊളി, നല്ല വീഡിയോ എടുത്ത് എല്ലാവരും. നന്മയുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ഈ ഓണത്തിൽ കഴിയുക എന്നുള്ളത്, മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്ത് നന്മയുള്ള കാലമായിരുന്നു. ആ നന്മയെ ഓർക്കുക എന്നുള്ളത് തന്നെയാണ് ഓണത്തിന്റെ പ്രത്യേകത. റഫീഖ് നീലഗിരി ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു. ഒരുപാട് നല്ല സംവിധായകരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ സിനിമാ വിശേഷങ്ങളും ഡ്രീംസിനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇങ്ങനെ ഈ വയനാട് ഡ്രീംസിന്റെ ഒരുപാട് കലാകാരന്മാരുടെ കൂടി ഇങ്ങനെ ഒരു ഓണ ദിവസം എല്ലാവരും ഒത്തുകൂടാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. വയനാട് ഡ്രീംസിൽ തന്നെ ഒരുപാട് സിനിമയിൽ ഇപ്പൊ ഞാനൊക്കെ വന്നിട്ട് മമ്മൂക്കാട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. വേഷം പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ അത് മാറിപ്പോകുന്ന സംഗതികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്? അത് കൂട്ടുകാരന്മാർക്കാണെങ്കിലും കൂട്ടുകാരന്മാർക്ക് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് പേയ്മെന്റ് കിട്ടാതെ വന്നിട്ടുണ്ട്. എന്റെ പേര് ജിജോ, ഞാൻ പുൽപ്പള്ളിയാണ്. വയനാട് ഡ്രീംസിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു 3-4 വർഷമായി. ഇങ്ങനെ ഒരു ഓണം കൂടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വീനാച്ചി വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് പൗലിയസേട്ടനെ ഞാൻ പരിചയപ്പെടുകയും ചേർക്കുകയും ചെയ്തത്. അങ്ങനെയൊക്കെയാണ് ഞാൻ വയനാട് ഡ്രീംസിൽ എത്തിപ്പെടുകയും ചെയ്തത്. അതാണ്, ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. എന്നാലും ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുമ്പോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ഡ്രീംസ് എന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ചേർന്ന് ഇതുപോലുള്ള നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എൻ്റെ പേര് ശശികുമാറാണ്. ഞാൻ വെങ്ങപ്പള്ളിയിലാണ്. വയനാട് ഡ്രീംസിന്റെ 2ാമത്തെ വാർഷികം കൽപ്പറ്റയിൽ വെച്ച് നടക്കുകയായിരുന്നു, കൽപ്പറ്റ കമ്മ്യൂണിറ്റി ഹാളിൽ. അങ്ങനെയാണ് വയനാട് ഡ്രീംസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും അവിടെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നതും വയനാട് ഡ്രീംസിൽ അംഗമാകുന്നതും. വയനാട് ഡ്രീംസുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ പേയ്മെന്റ് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ വയനാട് ഡ്രീംസുമായിട്ട് ബന്ധമില്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായിട്ട് പോവുകയാണെങ്കിൽ പേയ്മെന്റ് കിട്ടാതെ നിന്നിട്ടുമുണ്ട്. ഡ്രീംസ് മുഖേന ഒരു വർക്കിന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം തിരിച്ചെത്തുമ്പോൾ അതിന്റെ പേയ്മെന്റ് കൃത്യമായി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി ലഭിക്കാനുള്ള ഒരു
എന്താ പറയാ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി. എൻ്റെ പേര് തോമസ്, ഞാൻ മീനങ്ങാടിക്കാരനാണ്. പിന്നെ 15ഓളം പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ചെയ്തിട്ടുണ്ട്. എന്റെ തൊട്ടടുത്തുള്ളത് പ്രതീഷ് മാരാർ. പക്ഷെ മാരാർക്ക എന്നാണ് അധികം അറിയപ്പെടുക. കാരണം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഒരു മുസ്ലിം ടച്ച് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ലുക്കിൽ എപ്പോഴും ഒരു ഇതുപോലുള്ള ഒരു ഹാജിയാർ വേഷമൊക്കെ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല. വയനാട് ഡ്രീംസ് എന്ന ഈ സംഘടന ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇതിനകത്ത് സജീവമായിട്ടുണ്ടായ ഒരാളാണ്. ഓർഗനൈസർ എന്നുള്ള ഒരു പദവിയായിരുന്നു എനിക്ക് അന്ന് മുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളുകൂടിയൻ നമ്മളെ സ്ഥിരം ശല്യപ്പെടുന്നുണ്ടല്ലോ, ഇത് നിങ്ങളെ കൂടെ ഉള്ളതാണോ അതോ ഇയാളെ പിടിച്ചു കൊടുത്തേക്കാൻ ആരും ഇല്ല ഇവിടെ? ഇത് വയനാട് ഡ്രീംസിന്റെ ആളാണോ? ഇയാളൊന്ന് പുറത്തേക്ക് എല്ലാ ഫ്രെയിമിലും വരുന്നുണ്ടല്ലോ, മാറ്റി നിർത്തിക്കോ. മാറി കുഴപ്പമില്ല, നമുക്ക് ഷോ പോവാം. നിറയെ ആൽബങ്ങൾ, ഒരു 10-72ഓളം ആൽബങ്ങളിൽ, മുസ്ലിം ആൽബങ്ങളിൽ പങ്കെടുത്ത് ഷാഫി നല്ലൊരു ഗൈഡ് കൊടുക്കോ. 72 ആൽബം ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സലീം കോടത്തൂര്, തൻസീർ കൂട്ടുപറമ്പ്, അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കൂടെ ഒരുപാട് ആൽബം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ സിനിമ എന്നുള്ള മേഖലയിൽ എത്തിപ്പെടുന്നത്. ഇപ്പൊ 17ഓളം പടത്തിൽ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി കാത്ത് ഇരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ സുബൈർ ഖാന്റെ കൂടെ വീണ്ടും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. വേറെ ഇനി തിരിച്ചൊരു പോക്ക് വയനാട് ഡ്രീംസ് കീ ജയ്. ഈ ഡ്രീംസിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ എന്റർടൈനറാണ്. പൊതുവെ എല്ലാവരും നല്ല എന്റർടൈനറാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മറ്റുള്ള സംഘടനയിൽ എന്താ വെച്ചാൽ ഒരു ഗവൺമെന്റ് ബസ് കയറിയ പോലെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ പോയ പോലെ ഉള്ളൂ. ഒരു എന്റർടൈൻമെന്റ് ഇല്ല. അതിനകത്ത് നമുക്ക് വർക്ക് ഉണ്ടോ പോയി വന്നു. നമുക്കിതിവിടെ എല്ലാവരും നല്ല സൗഹൃദമാണ്, ഒരു നല്ല കൂട്ടം. ഇതിൽ വലിപ്പം ചെറുപ്പമൊന്നുമില്ല. സെക്രട്ടറി, പ്രസിഡന്റ്, മറിച്ചത് അങ്ങനെ ഉള്ള ഒന്നുമില്ല. അതാണ് നമ്മളെ വിജയം. എൻ്റെ പേര് പ്രീത, ബത്തേരിയാണ്. ഞാനൊരു 3 വർഷമായി വയനാട് ഡ്രീംസിൽ വന്നിട്ട് ഒരു 6-7 സിനിമയിൽ മുഖം കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് സക്കീർ. ഞാൻ 2 വർഷത്തോളമായി വയനാട് ഡ്രീംസിൽ ബമ്പർ ചിരി പോലത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൽ നല്ല റിസൾട്ട് കിട്ടി. ഇതൊക്കെയാണ് എൻ്റെ ആംബിഷൻ. അതേപോലെ ഈ വയനാട് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാരാറ് പറഞ്ഞു, ഈ ഒരു വർണ്ണ വിവേചനമില്ലാതെ, ജാതി മത ഭേദമന്യേ, അതേപോലെ പ്രായഭേദമന്യേ, ഒരു വർണ്ണ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തുന്ന നല്ലൊരു സംഘടന. ഓക്കെ, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് ആണ് ജാതിയും മതവും ഒന്നുമില്ലാതെ ഒരേപോലെ കാണുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അത് കൃത്യമായി വയനാട് ഡ്രീംസിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ അതാവുക എന്നുള്ളത് ഏറ്റവും നന്മയുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഡ്രീംസിൽ വന്നിട്ട് 1.5 വർഷമായി. 2 സിനിമയില് മുഖം കാണിച്ചു. ഇതില് ഡ്രീംസിൽ വന്നിട്ട് ഭയങ്കര സന്തോഷം. ഹാപ്പി ഓണം. എന്തായാലും ഭയങ്കര സന്തോഷമായി. എല്ലാവരും എല്ലാം പിന്നെ ഒത്തൊരുമ, എല്ലാരും സന്തോഷത്തോടു കൂടി ഒരുമയോടുകൂടി കൊണ്ടുപോകുന്നൊരു ഗ്രൂപ്പാണ് ഡ്രീംസ്. ഇതാണ് ഡ്രീംസിന്റെ മറ്റൊരു പ്രത്യേകത. ചെറിയ കുട്ടികൾ മുതൽ അവിടെ കൊടുത്തോളൂ ബൈക്ക്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ വളരെ എനർജറ്റിക് ആയി ഡ്രീംസിനെ കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് ആ ഡ്രീംസിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടി പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ പേര് സുസിലേ. ഞാൻ ഡ്രീംസിൽ വന്നിട്ട് ഒത്തിരി വർഷമായെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് സുബേറിൻ്റെ കൂടെ വരുന്ന ഒരു ഗോകുലം ഗോപാലൻ സാറിന്റെ ഒരു പിന്നെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അന്ന് മുതൽ ഒരു 10-12 വർഷത്തിന് മുമ്പ് വയനാട് ഡ്രീംസ്, അപ്പൊ അന്ന് മുതലേ പല ഇതിലും വരുന്നുണ്ട്, ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. നല്ല ഒരു സംഘടനയാണ്. നമ്മളെ നല്ലോണം കെയർ ചെയ്യും. എവിടെ പോയാലും നല്ല ഇതാണ്. നമ്മൾ ഇവരുടെയൊക്കെ വിശേഷങ്ങൾ കേട്ടു. അപ്പോ നമുക്കിടയിലേക്ക് ഒരു കള്ളുകൂടിയന്റെ റോളിൽ ഒരാൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വയനാട് ഡ്രീംസിന്റെ അതുല്യനായ ഒരു കലാകാരനാണ് അബി അച്ചൂർ. അബി അച്ചൂറിനെ വളരെ റിയാലിറ്റിയിൽ കള്ളുകൂടിയന്റെ വേഷം ചെയ്യുന്ന ഒരു തുള്ളി പോലും കഴിക്കാത്ത നല്ലൊരു താരമാണ് അബി അച്ചൂർ. നല്ലൊരു ആർട്ടിസ്റ്റാണ്. വരയ്ക്കും, അഭിനയിക്കും, എഴുതും. നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അബി അച്ചൂരിന്റെ ഓണവിശേഷം നമുക്ക് കേൾക്കണം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുടിയൻ അതൊരു ക്രിയേറ്റ് ആണ്, ആരും ഒന്നും വിചാരിക്കേണ്ട. കുടിക്കലില്ല, പക്ഷെ ഓണത്തിനൊരു ഓണമാണല്ലോ അല്ലേ? യെസ്. ഇപ്പൊ എന്തായാലും വയനാട് ഡ്രീംസിന്റെ ഈ ഒരു ഓണം തകർത്തോണം, തിമിർത്തോണം, അടിച്ചു പൊളിച്ചോണം. പക്ഷെ അറിയാത്തൊരു കാര്യം, ഇന്ന് വരെ എനിക്ക് പിടുത്തം കിട്ടാത്തൊരു കാര്യമുണ്ട്. അത് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. എന്താണ് ഈ കാണം? നിങ്ങൾക്കറിയോ? മാവേലിക്കറിയോ? കാണം വിറ്റും ഓണം ഉണ്ണണം. അതായത് അതെന്താണ് കാണം? അപ്പൊ ഒരു അറിവ് കിട്ടിയിരിക്കുകയാണ്. കാണം എന്ന് പറയുന്നത് താലി എന്നാണ് പറയുന്നത്.
ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പുറത്തുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിചാരിതമായിട്ട് ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുമ്പോൾ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകളുടെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പൊ അങ്ങനെ സിനിമ സ്വപ്നം കാണുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എത്തിച്ചേരുക എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള ശിക്കാരി ശംഭു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷഹബാസ് അബ്ബാസ് ആണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയാണ് വയനാട്ടിൽ ഇപ്പോ എന്താണ്? വയനാട്ടിലെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങള്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു പീസ് ഓഫ് മൈൻഡ് ആഗ്രഹിക്കുമല്ലോ, തിരക്കുകളിൽ നിന്നൊക്കെ മാറി അങ്ങനെ വന്നതാണ് ഇവിടെ വയനാട്ടിൽ. ഒരു 10 ദിവസം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ മഴയും കോടയും ഒക്കെ പ്രതീക്ഷിച്ചു വന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അന്തരീക്ഷം, കാരണം തിരക്കുകളിൽ നിന്ന് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പം ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ വയനാട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രീംസിലെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ്. ഒരുപാട് സിനിമയെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വരുമ്പോൾ അവർക്കും ഈ സാറിനെ പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അത് ആഗ്രഹിക്കാറുമുണ്ട്. നമ്മുടെ സംഘടന തന്നെ അങ്ങനെ നല്ല രീതിയിൽ ആർട്ടിസ്റ്റുകൾക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. ഇപ്പൊ സാറ് വന്ന് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു ഓണാഘോഷവും ഒക്കെ കാണുമ്പോൾ, ഈ കൂട്ടായ്മയും അവരുടെ സന്തോഷവും ആക്ടിവിറ്റീസും ഒക്കെ കാണുമ്പോൾ മതജാതി ഭേദമന്യേ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാറിന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഒരു സന്തോഷം കാണുമ്പോൾ എന്താണ് ഓണം ഓർമ്മകളിലൂടെ പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ. കാരണം പലപ്പോഴും ചില കൂട്ടായ്മകളൊക്കെ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ സിറ്റികളിലൊക്കെ നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പൊ ഞാൻ നടൻ മുരളി സാറിന്റെ ശിഷ്യനാണ്, ഭരത് മുരളി ശിഷ്യനാണ്. നാടകത്തിൽ സിനിമ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നവരാണ്. അഭിനയം സ്വാഭാവികമായിട്ടും അഭിനയം തന്നെയായിരുന്നു ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ 1-2 സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എഴുത്തിലേക്ക് മാറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മുടെ ജീവിത കാഴ്ചകൾ, മനുഷ്യരുടെ ജീവിത കാഴ്ചകൾ എന്നെ എന്നും ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില കഥകൾ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരികയും എഴുതാനുള്ള ഒരു പ്രചോദനം അങ്ങനെയാണ്. അപ്പൊ സിനിമ ഏത് മേഖലയിലാണെങ്കിലും സിനിമയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനകത്ത് സന്തോഷമായിരുന്നു. ഓക്കെ, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ചാൻസുകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സംഘടനയിലേക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേരുമ്പോൾ അവർക്കും അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുക എന്നുള്ളതും ഈ ഗ്രൂപ്പിലൂടെ അങ്ങനെ ഒരു ഗുണം അവർക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓർത്തു പറഞ്ഞതിനും അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞതിനും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. ഭരത് മുരളി സാറിനെ പോലുള്ള വലിയൊരാളുടെ ശിഷ്യനാവുക എന്നുള്ളത് സിനിമയോടുള്ള എത്രയോളം താല്പര്യവും അതുപോലെ അനുഭവ സമ്പത്തും എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പറ്റുവാണെങ്കിൽ ഈ ഓണത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ മിമിക്രി എങ്കിലും നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു ചെറിയ സാധനം പറയാം. നമ്മുടെ മമ്മൂക്ക, നമുക്കെല്ലാം ഇഷ്ടമുള്ള മമ്മൂക്ക അറിയാം. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലൊക്കെ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ്. അപ്പൊ അത് മാത്രമല്ല, ഞാൻ റേഡിയോ അവതാരകനായിട്ടും റേഡിയോ അവതാരകനായിട്ടും ടെലിവിഷൻ അവതാരകനായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല റേഡിയോയിൽ കമേഴ്ഷ്യൽ പരസ്യങ്ങളൊക്കെ മമ്മൂക്കയുടെ വോയിസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാണ്. അപ്പൊ ഞാൻ മമ്മൂക്കയുടെ വാത്സല്യം എന്ന ചിത്രത്തില് ഒരു മേലെടുത്ത് രാഘവൻ നായരുടെ ചെറിയ അഹങ്കാരം തന്നെ മാമേ, അഹങ്കാരം തന്നെയാ ഈ കാണുന്നതൊക്കെ എന്റെ ചോര നീരും വേർപ്പ്, അതിനുള്ള അഹങ്കാരൊക്കെ ഉണ്ട്. വിജയം വക്കീലാട്ടി മുന്നിണ്ടായിരുന്നല്ലോ ഈ പെങ്ങളും കുട്ടികളൊക്കെ, അന്നൊന്നും ആരും കണ്ടിട്ടില്ല. മേലെടുത്ത് മാധവൻ നായർ ചറ്റയായിരുന്നു, മക്കളും അങ്ങനെ തന്നെയാ. അമ്മേ മറക്കരുതേ മാമ, കഴിഞ്ഞൊന്നും മറക്കരുത് അമ്മേ. പറക്കമ്പറ്റത്തെ 4 കുഞ്ഞുങ്ങളെ വിട്ട് അമ്മ പടിയിറങ്ങുമ്പോ ഒരു കൈ നിറച്ച് കാശോട്ട ആൾ വന്നു. മട കുഞ്ഞമ്മാമ, അന്ന് അമ്മ എന്താ പറഞ്ഞേ? കുഞ്ഞമ്മാമ്മയുടെ ദൈവമാണ്. അന്ന് അമ്മ വന്ന് നോക്കി അമ്മ എന്നാ പറഞ്ഞ എന്റെ വിജയന്റെ പെണ്ണായി എന്ന്. എന്നിട്ട് അമ്മ എന്നെ മാറ്റി കാണിക്കാലമ്മേ, രാഘവൻ നായർ കാണിക്കാലമ്മേ. ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത മേലെടുത്ത് രാഘവൻ നായരുടെ ഒരു വോയിസും ആ ഒരു അഭിനയ പാഠവും കൂടിയാണ്. ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ അത്ര ഇമോഷണൽ ആയിട്ടൊരു സീനും കൂടിയാണ്. അത് ഇത്രയും മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് സന്തോഷം. എന്തായാലും ഞങ്ങളെ കൂടെ ചേർന്നതിന്, ഡ്രീംസ് ഓണത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം.
തിമിർത്തോണം തിമിർത്തോണം. പക്ഷെ മഴയും തിമിർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് കളികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴ കാരണം ആ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് മാറ്റേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഇൻഡോർ കണ്ടുപിടിച്ചിട്ട് അവിടെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നമ്മൾ ഡ്രീംസ് ഓണം തകർത്തോണം. നമ്മൾ ഇന്ന് പെരുമഴയത്തും വളരെ ആഘോഷത്തിലായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. പിന്നെ തിരുവാതിര, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും മാത്രമല്ല വിഭവസമൃദ്ധമായ അടിപൊളി ഒരു സദ്യ. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ടന്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള തലവര എന്ന സിനിമയിലൂടെ വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി. അതിന്റെ പ്രസിഡന്റാണ് സുബൈർ വയനാട്. അപ്പോൾ നിലവിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണ്ടന്റിന്റെ ഉദ്ദേശം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. MJ ഫിലിംസിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം, ഈ ഇപ്പോഴും മഴ നിന്നിട്ടില്ല. രാവിലെ മുതൽ ഈ ടൈം വരെ മഴ നിന്നിട്ടില്ല. പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് തീർത്തു. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും എല്ലാവരും വന്ന് ഈ ഓണം കളറാക്കി തന്നു. പിന്നെ നമുക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ഓണായാലും എന്തായാലും നമ്മളെ പിന്നെ താഴെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ കിറ്റ് വിതരണം അതൊക്കെ നമുക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് സാധാരണ എല്ലാവരും അഭിനയമോഹികളാണ്. ചില ഉടായ്പ ടീമുകളുണ്ട് എന്ന് തന്നെ പറയാം. അവർ പറയും പിന്നെ സാമ്പത്തികമായി പിന്നെ നിങ്ങൾ നായകനാക്കാം അല്ലെങ്കിൽ ഉപനായകനാക്കാം, ഇത്ര ലക്ഷം തന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പെടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ ഈ വയനാട് ഡ്രീംസിൽ വന്നതിന് ശേഷം അതൊന്നും ആർക്കും അങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക നമ്മളോട് ചോദിക്കും. ജനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. വയനാട് ഡ്രീംസ് പറഞ്ഞിട്ട് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. വയനാട്ടിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല നല്ല വേഷങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വയനാട് ഡ്രീംസിന്. ഓക്കെ, അതാണ് അപ്പോൾ നമ്മളെ കൃത്യമായ കണ്ടന്റ് എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയ്ക്ക് അതിന് കഴിയണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതേക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് പ്രമോദ് കടലിക്കും സാധിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുകൊണ്ട് ആണ് നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നത്. അതായത് വയനാട്ടിൽ നമ്മൾ 2012 മുതൽ നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു കലാ കൂട്ടായ്മ രൂപീകരിക്കുകയും പിന്നെ 2014 അത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി വയനാട് ഡ്രീംസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു സിനിമയുടെ കാൽവെപ്പ്, ആ സിനിമയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരായാൽ പോലും അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ജോജുവിനെ എടുത്തു കഴിഞ്ഞാൽ 20 വർഷത്തോളം അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു ആർട്ടിസ്റ്റായത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു സൊസൈറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് എറണാകുളത്തൊരു ടീം ഇവിടെ വരികയും അവർ ഇതുപോലെ ഫേക്ക് ഓഡിഷൻ 1000 രൂപ വെച്ച് വാങ്ങി ഫേക്ക് ഓഡിഷൻ നടത്തുമ്പോൾ ഞാനും സുബൈർ ഭായ് ഉൾപ്പെടെയുള്ള ഈ എക്സിക്യൂട്ടീവ് നമ്മൾ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി അത് കംപ്ലൈൻറ്റ് ചെയ്ത് ആ ഓഡിഷൻ നിർത്തിവെക്കാൻ നമുക്ക് കഴിഞ്ഞു. അതെന്തുകൊണ്ടെന്നാൽ നമ്മളൊരു സംഘടനയാണ്, അല്ല ഒരു വ്യക്തിയല്ല. അപ്പം ഇവരൊക്കെ ഒരു കിടക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമുക്ക് ആർക്കൊരു ഈഗോ ഇത് ചെയ്യുന്നില്ല. കാരണം വലിയവനും താഴ്ന്നവനും എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനും ജീവിക്കണം, അവനും ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ നമുക്ക് ഓൾ ഫിലിം അസോസിയേഷനിലൊക്കെ കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനൊരു കുടുംബമുണ്ട്. അവൻ കാലകാലം ഇപ്പോൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിനൊരു മാറ്റം വരണം. നമ്മളിപ്പോൾ നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് സംഘടന അല്ല, നമ്മൾ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിലും അല്ല, അതിൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്, മിമിക്രി അല്ലെങ്കിൽ സംഗീതം, സകല കലയുടെ ഒരു സംഘടന തന്നെയാണ് വയനാട്ടിൽ. ഇപ്പോൾ ഒരു 11-12 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇന്നും സ്ട്രോങ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒറ്റക്കെട്ട്, ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം പ്രമോദ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
ആർപ്പ് വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും മേലേക്ക് നോക്കി ആർപ്പ് വിളിക്കാം.